ഭാര്യയുടെ വിവാഹേതര ബന്ധത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പത്തനംതിട്ട കോടതിയിലെ വിധി വളരെ സുപ്രധാനമായ ഒരു വിധിയാണ്. പത്തനംതിട്ടയിലെ അവിടുത്തെ ഫാമിലി കോടതിയിലെ ജഡ്ജി ഡോണി തോമസ് വർഗീസ് അദ്ദേഹമാണ് ഈ വിധി പ്രസ്താവിച്ചത്. ഇതിൻ്റെ പരാതിക്കാരി അവർ മാരിഡ് സ്വദേശിയാണ്. അവർ ആദ്യം ഒരു വിവാഹം കഴിച്ചു, അത് ഡൈവോഴ്സായി. ഇത് രണ്ടാമത്തെ വിവാഹമാണ്. ആ രണ്ടാമത്തെ വിവാഹ സമയത്തും അതും ഇപ്പം കോടതിയിലെത്തി. ഭർത്താവ് ആദ്യ വിവാഹം കഴിഞ്ഞവനാണ്, രണ്ടാമത്തെ വിവാഹമാണ് അയാളുടെയും. ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരൊരു മരട് സ്വദേശിനി ചില വാദഗതികൾ അതിനകത്ത് ഉന്നയിച്ചു. അപ്പോൾ അവർക്ക് ചില അനുകൂലമായ വിധി വന്നെങ്കിലും രണ്ടാം ഭർത്താവ് അല്ലെങ്കിൽ അയാൾ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്ന അയാൾ പറഞ്ഞത് തനിക്ക് ഈ ബന്ധത്തിൽ തൻ്റെ കുടുംബത്തിന് അന്തസ്സ് കെട്ടുപോയി. കാരണം ഇവർ ഒരു പ്രാവശ്യം ഗർഭം ധരിച്ചു, അത് അബോർഷനായി. ഇയാളുമായിട്ട് കല്യാണം കഴിച്ച ശേഷവും ഇയാളുടേതല്ലാത്ത രീതിയിൽ ഒരു ഗർഭം ഉണ്ടായി, അതും അബോർട്ട് ചെയ്തു. അങ്ങനെ 2 ഗർഭഛിദ്രം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾക്ക് വളരെ മാനഹാനി ഉണ്ടായി. അത് പലർക്കും അറിയാം. ഇവരുടെ ഈ ആൺ സുഹൃത്ത് അയാളും ഇതിനകത്ത് ഒരു കഥാപാത്രമാണ്. ഇയാൾ ഭാര്യ വഞ്ചിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഭർത്താവിതര ഒരു ബന്ധമുണ്ട്. മാനസിക പീഡനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. കുടുംബത്തിൻ്റെ അന്തസ്സ് കെടുത്തി. അങ്ങനെ കോടതിയിലെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പം 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഭർത്താവിന് കൊടുക്കാൻ കോടതി വിധിയായി. രണ്ടാമത്തെ ഭർത്താവിന് കൊടുക്കാനാണ്. ഒരു അസാധാരണമായ വിധിയാണ്, നല്ല ഒബ്സർവേഷനാണ്. അതുകൊണ്ട് അതിനകത്ത് കോടതി പറഞ്ഞത് 2018 ജൂലൈ മുതൽ 15 ലക്ഷം രൂപയും 6% പലിശയും കൊടുക്കണം. ഭാര്യയുടെ വാദഗതിയും കോടതി ചിലത് അംഗീകരിച്ചു. കാരണം ഭാര്യ രണ്ടാമത്തെ ഭർത്താവ് കല്യാണം കഴിക്കുമ്പോൾ 32 ഗ്രാം സ്വർണം അവർക്ക് ഇട്ടുകൊടുത്തിരുന്നു. ആ 32 ഗ്രാം സ്വർണത്തിന് 6% പലിശ സഹിതം ഈടാക്കേണ്ടി വരും. അതേ സംബന്ധിച്ചും കോടതി തർക്കം ഉന്നയിച്ചു. ഭാര്യ ഇട്ടതാണോ ഭർത്താവ് ഇട്ടതാണോ ആ സ്വർണം, അതൊക്കെ കോടതി ആ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുകയും ചെയ്തു. ഹർജിക്കാരനും യുവതിയും രണ്ടുപേരും രണ്ടാം വിവാഹമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്തമായ ഒരു കാര്യം. രണ്ടുപേരും ഡൈവോഴ്സീസാണ്. ഭർത്താവ് അറിയാതെ ഭാര്യ അവരുടെ ഒരു സുഹൃത്ത് മുഖേന ഗർഭം ധരിച്ചു. അത് ഇയാൾക്ക് നാണക്കേടാണ്, അന്തസ്സിന് കോട്ടം തട്ടി, അതൊരു വഞ്ചനയാണ് തന്നെ. അപ്പോൾ അതിന് ഇന്ത്യയിലെ വളരെ റെയറായിട്ടാണ് ഇങ്ങനെയൊരു വിധി ഞാൻ കാണുന്നത്. കാരണം ഭർത്താവിന് നഷ്ടപരിഹാരം ഭാര്യ കൊടുക്കണം. ചിലവിന് കൊടുക്കുക എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കാനും മക്കൾക്ക് ചിലവ് കൊടുക്കാനൊക്കെ കോടതി സാധാരണഗതിയിൽ ധാരാളം വിധികൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഭാര്യ ഭർത്താവിനെ ചീറ്റ് ചെയ്ത് അന്തസ്സിന് കോട്ടം തട്ടി, അതുപോലെ തന്നെ മാനസിക പീഡനം നടത്തി, ഭർത്താവ് അറിയാതെ വേറൊരാൾ മുഖേന അതിനകത്ത് ഒരു ഗർഭമുണ്ടായി, ഇങ്ങനെയുള്ള ചില വാദഗതികൾ കോടതി അംഗീകരിക്കേണ്ടി വന്നു ആ തെളിവ് നിയമം അനുസരിച്ച്. അതേസമയത്ത് 15 ലക്ഷം രൂപ കൊടുക്കാൻ ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ അടുപ്പക്കാരനും അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് ആയ വ്യക്തിയും ഉണ്ടായിരുന്നു. അയാളൂടെ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് അയാളും അതിൻ്റെ പലിശ ഒരു വീതം കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഭാര്യയുടെ വിവാഹേതര ബന്ധത്തിന് 15 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാനുള്ളൊരു വിധി കേരളത്തിൽ ഞാൻ ആദ്യമാണ് കാണുന്നത്. അത് എല്ലാവരും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം മാട്രിമോണിയൽ കേസിനകത്ത് കോടതിയിൽ സാധാരണഗതിയിലെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്ന വിധികളെ നമ്മൾ കണ്ടു. നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യയുടെ സ്വത്തുക്കളെല്ലാം ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ വിധിയായിട്ടുണ്ട്.
അങ്ങനെ പണമിടപാടുകളെല്ലാം കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് പരസ്പരം കൊടുക്കാനൊക്കെയുള്ള വിധികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഭാര്യയുടെ വിവാഹേതര ബന്ധത്തിന് 15 ലക്ഷം രൂപ കൊടുക്കുന്ന വിധി ഉണ്ടായത് ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്.